ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വലിയൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 631 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. S&P 90 പോയിന്റും നസ്ഡാക്ക് 326 പോയിന്റും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഗൾഫ് നിഫ്റ്റി ഏകദേശം 200 പോയിന്റിന് മുകളിൽ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. നാളെ മിക്കവാറും നിഫ്റ്റിയിലൊരു വലിയൊരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. ചിലപ്പം 200 പോയിന്റിന് മുകളിൽ തന്നെ ഒരു നിഫ്റ്റിയിലും ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാപ്പ് ഏകദേശം 22,933 ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്യാപ്പിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് തന്നെ 23,000 സ്ട്രോങ് സപ്പോർട്ട് കൊടുത്തിട്ടാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുള്ളത്. നല്ലൊരു ഷോർട്ട് കവറിങ് അവസാനം ഉണ്ടായി. അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. അടുത്തൊരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത് 23,825, ഏകദേശം 24,000 താഴെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം 23,825 ഏകദേശം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ബാക്കിയുണ്ട്. ആ ഒരു ഗ്യാപ്പിൻ്റെ അടുത്ത് മിക്കവാറും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 23,825 ശ്രദ്ധിക്കുക. ഗ്യാപ്പ് അപ്പ് ഉണ്ടായാലും മിക്കവാറും വലിയ റേഞ്ചാണ് വരുന്നത്. CPR തൊട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരെയൊക്കെ വലിയ റേഞ്ചാണ് വരുന്നത്. നമുക്ക് ഡേറ്റ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വ്യൂ ഇല്ല. രാവിലെ ഒരു ഷോർട്ട് വ്യൂ നോക്കിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇടാം. മിക്കവാറും ഒരു സെല്ലിംഗ് പ്രഷർ 24,000 താഴെ, ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,400 വലിയൊരു റാലി ഉണ്ടായാലും ഈ ഒരു റേഞ്ചിലൊക്കെ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇന്നത്തെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഒരു നിഫ്റ്റി ഫാർമയിലും നിഫ്റ്റി ഹെൽത്ത് കെയറിലുമൊക്കെയാണ് സ്ട്രോങ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിഫ്റ്റി ഫാർമയിലും ഹെൽത്ത് കെയറിലുമൊക്കെ ഫുള്ള് സ്ട്രോങ് എല്ലാ സ്റ്റോക്കും നിഫ്റ്റി 50-ലുള്ള എല്ലാ സ്റ്റോക്കുകളും നിഫ്റ്റി ഫാർമയിലും ഹെൽത്ത് കെയറിലും ഒക്കെ എന്ന് പറയുന്നത് എല്ലാം നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്കിങ് സെക്ടർ പോസിറ്റീവായിരുന്നു. ബാങ്കിങ് സെക്ടറാണ് മാർക്കറ്റിന് അവസാനത്തെ ഒരു 2 മണിക്കൂറിൽ സ്ട്രോങ് ഒരു പോസിറ്റീവ് കൊടുത്ത് മാർക്കറ്റിലൊരു ഷോർട്ട് കവറിങ് ഉണ്ടായത്. ബാങ്കിങ് സെക്ടറിലുള്ള എല്ലാം HDFC ബാങ്ക് ഏകദേശം 2.89%, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് SBI 1.88%, ICICI ബാങ്ക് 1.44% ഒക്കെ സ്ട്രോങ് ഒരു പോസിറ്റീവായിരുന്നു. ഓട്ടോമൊബൈൽ സെക്ടറും ഫിനാൻസ് സെക്ടറും ഒക്കെ സ്ട്രോങ് ബൈയിങ് ആയിരുന്നു അവസാനം. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഏകദേശം 200 പോയിന്റിന് മുകളിൽ വലിയൊരു റാലി നടന്നത് അവസാനം. സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഡിഫൻസ് ഏകദേശം 0.78% നെഗറ്റീവായിരുന്നു. ബാക്കി ഇൻഫ്ര ഫ്ലാറ്റ് ആയിരുന്നു. നിഫ്റ്റി ബാങ്ക് 1.22% പോസിറ്റീവായിരുന്നു. FMCG 1.14% പോസിറ്റീവായിരുന്നു. നിഫ്റ്റി കൺസ്യൂമർ ഫ്ലാറ്റ് ആയിരുന്നു, 0.21 നെഗറ്റീവായിരുന്നു. നിഫ്റ്റി IT-യും ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് ആയിരുന്നു. ആട്ടോ സെക്ടർ 1.67% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി മെറ്റലും ഫ്ലാറ്റ് ആണ്, 0.23% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിഫ്റ്റി ടൂറിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.74. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും റിയാലിറ്റിയും ഒക്കെ സ്ട്രോങ് സെല്ലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി ഫാർമയും ഹെൽത്ത് കെയറും മീഡിയ ഒക്കെ സ്ട്രോങ് സെല്ലിംഗ് ആയിരുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഓപ്ഷൻ ഫ്യൂച്ചേഴ്സിൽ 2 ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം ഫസ്റ്റ് നമുക്ക് വരുന്നത് നിഫ്റ്റി ഫ്യൂച്ചർ 23,298 സെല്ല് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശം ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോഴേ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 23,298 മാർക്കറ്റ് ഫ്യൂച്ചർ സെല്ല് ചെയ്യും. സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ലെവലിലെത്തിയപ്പം ചെറുതായിട്ടൊരു ട്രെൻഡ് കൺഫേം അല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിന്ന് എൻട്രി എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ തിരിച്ച് മാർക്കറ്റ് നമ്മുടെ 2 ടാർഗറ്റും ഫ്യൂച്ചർ ടാർഗറ്റ് കഴിഞ്ഞു, പിന്നെ അവിടുത്തെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും സെല്ല് ചെയ്തത്. നിഫ്റ്റി ഫ്യൂച്ചർ സെല്ല് ചെയ്തു. ഏകദേശം 140 പോയിന്റ് നമുക്ക് ടാർഗറ്റ് കിട്ടി. ഇവിടെ നിന്ന് സെല്ല് ചെയ്യാനുള്ള കാരണം പിവറ്റ് പോയിന്റ് റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് സെല്ല് ചെയ്തത്.
രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് സെല്ല് ചെയ്തു. ഈ ഒരു ലെവൽ നമ്മൾ സെല്ലിങ് കൊടുത്തു. അതും ഏകദേശം 58 പോയിൻ്റ് ക്ലോസിങ് ടൈമിൽ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ടാർഗറ്റ് കിട്ടി. ഓപ്ഷൻസിൽ അങ്ങനെ വലിയ ലോസ് വന്നിട്ടില്ല. 23,680 65 നമ്മൾ സെല്ല് ചെയ്തെങ്കിലും ഇവിടെ വെച്ച് 85 പോയിൻ്റ് 20 പോയിൻ്റ് പ്രോഫിറ്റിൽ നമ്മൾ സെല്ല് ചെയ്തിട്ട് വീണ്ടും ഔട്ട് ഓഫ് ദ മണി എടുത്തു. അപ്പോൾ അതിലുള്ള ലോസ് നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൽ വന്ന 58 പോയിൻ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ടാർഗറ്റ് ആയിരുന്നു. നിഫ്റ്റിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ച് തന്നെ റിട്രേസ്മെൻറ്റ് പറഞ്ഞതാണ്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. നമുക്ക് നാളത്തെ ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഡേറ്റ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഡേറ്റ നോക്കാത്തത്. ഇന്നലത്തെ സെൻസെക്സിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഒരു ഡൗൺ ട്രെൻഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ചെറിയൊരു പോസിറ്റീവ് ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. എങ്കിലും CPR റെസിസ്റ്റൻസ് ആയിരുന്നു. CPRൽ നിന്ന് ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വന്നിട്ട് ഏകദേശം ഈ ഒരു സപ്പോർട്ടിൻ്റെ തൊട്ട് താഴെയിൽ നിന്ന് ഏകദേശം 74,000 സപ്പോർട്ട് എടുത്തിട്ടാണ് സെൻസെക്സ് കയറുന്നത്. പിന്നെ ഈ ഒരു റെസിസ്റ്റൻസിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് സ്ട്രോങ് ഒരു ഷോർട്ട് കവറിങ് റാലി, ബാങ്കിങ് സെക്ടർ ഒരു ഷോർട്ട് കവറിങ് റാലിക്കുള്ള സപ്പോർട്ട് കൊടുത്തു. മാർക്കറ്റ് ഇവിടെ നിന്ന് വലിയൊരു ഷോർട്ട് കവറിങ് റാലി നടത്തി. ഇന്ന് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. CPR വന്നിട്ട് ചെറിയൊരു വൈഡ് CPR ആണ്. 74,881 തൊട്ട് 75,293 വരെയൊക്കെയാണ് CPR വരുന്നത്. 2 ലെവൽസേ ഉള്ളൂ സെൻസെക്സിൽ. ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 74,993, 75,092 ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. റെസിസ്റ്റൻസ് വരുന്നത് 76,199, 76,282. മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് മാർക്കറ്റ് CPRലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതൊരു വലിയൊരു റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെച്ച് ബുക്ക് ചെയ്യുക. ഈ ഒരു ലെവൽ, അതായത് ഇന്നലത്തെ ഹൈ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പിൻ്റെ തൊട്ട് താഴെ നിന്നാണ്. ഇവിടെ സെൻസെക്സിലൊരു ഹൈ വന്നിട്ട്, പക്ഷേ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നതിന് ശേഷം അവിടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു, സപ്പോർട്ടായിരുന്നു. അവിടെ നിന്നാണ് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ട് നോക്കുക, ഈ ഒരു ഗ്യാപ്പിന് മുകളിലാണ്, ഇതിന് മുകളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ ഈ ഒരു ലെവൽ വരയ്ക്കും 74,800 വരയ്ക്കും വരാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 74,993, 75,092 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വന്നേക്കും. അപ്പം നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. താഴോട്ട് എൻട്രി നോക്കാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇതിൻ്റെ മുകളിലാണ്, ഈ ഒരു ഏരിയയിലാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഏകദേശം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് CPRൽ തന്നെയാണ് സ്ട്രോങ് സെല്ലിംഗ് ഉണ്ടായിരുന്നത്. പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു CPRനുള്ളിൽ മാർക്കറ്റ് നല്ലൊരു എല്ലാ ഇൻഡെക്സിലും, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലുമൊക്കെ CPRനുള്ളിലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ താഴെ വന്നു. സപ്പോർട്ട് 53,000 നിന്നാണ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പിന്നെ ഇവിടെ നിന്നൊരു ഷോർട്ട് കവറിങ് നടത്തിയത്. ബാങ്ക് നിഫ്റ്റിയിലും CPR വരുന്നത് വൈഡ് CPR ആണ്. 53,961 തൊട്ട് 54,267 വരെയൊക്കെയാണ് CPR വരുന്നത്. സെൻസെക്സ് ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയയിലൊക്കെ ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഹൈയിൽ തന്നെ ഒരു സപ്പോർട്ട്, ഈ ഒരു ലെവൽ, ഈ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നതിൻ്റെ ആ ഒരു ലെവലിലാണ് ഇന്നലെ ഷോർട്ട് കവറിങ് കഴിഞ്ഞിട്ട് നമുക്കവിടെ ഒരു റെസിസ്റ്റൻസ് വന്നത്. അപ്പം ഇതിൻ്റെ മുകളിലാണ് ഒരു ഗ്യാപ്പ് അപ്പ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് ഈ ഒരു ലെവലിലോട്ട് 54,663 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ CPRനുള്ളിലോട്ട് 54,000 വരയ്ക്കും ബാങ്ക് നിഫ്റ്റി ഇറങ്ങി വരും. മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത് 54,926, 54,991. താഴത്തെ സപ്പോർട്ട് വരുന്നത് 54,28, 54,89 ആണ്, 54,089 ആണ്. ഇതിനിടയ്ക്ക് വേറെ നമുക്ക് ഇൻട്രാഡേ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ലൈന് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ
നിഫ്റ്റിയിലും ഇന്നലെ CPRൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് റെസിസ്റ്റൻസ് ഉണ്ടായത്. മാർക്കറ്റ് അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നു. ഏകദേശം ഇതുവരെ 22,919 വരയ്ക്കും നമ്മൾ ലൈവ് മാർക്കറ്റിൽ തന്ന ലെവലാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയത്. പിന്നെ മുകളിൽ 23,029 നമ്മൾ അവിടെ നിന്ന് ഫയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ താഴോട്ട് കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. മാർക്കറ്റ് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ബ്ലൂ കോളം എന്താണെന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുൾ ബാക്ക് കിട്ടാൻ സാധ്യതയുള്ള ലെവലാണ് 25,055, 23,055, 23,086. കൃത്യമായിട്ട് തന്നെ അവിടെ നിന്നൊരു പുൾ ബാക്ക്, അവിടെ നിന്നാണ് ഷോർട്ട് കവറിങ് റാലി തുടങ്ങുന്നത്. ഈ ഒരു ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലൂ കോളം അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീട്രേസ്മെൻ്റ് ആണ്, ഫിബിൻ്റെ റീട്രേസ്മെൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ബോട്ടം ടു ഈ ഒരു ഹൈ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 0.6182 to 0.5 ആ ഒരു ഫിബ് ലൈനിൽ നിന്നാണ് ഇന്നലെ ഷോർട്ട് കവറിങ് റാലി നടന്നത്. നാളത്തെ CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വൈഡ് CPR തന്നെയാണ്. 23,229 തൊട്ട് 23,355 വരെയൊക്കെയാണ് CPR വരുന്നത്. മാർക്കറ്റ് ഏകദേശം ഇപ്പോഴത്തെ ഒരു വാല്യൂ അനുസരിച്ച് ഒരു 200 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ 23,500 മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിന് മുകളിൽ ഓപ്പണിംഗ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മിക്കവാറും ഒരു ഓപ്പണിംഗ് ഉണ്ടാകും. 23,611, 23,633 റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,630 മുകളിൽ 5 മിനിറ്റ് ക്ലോസിംഗ് ക്യാൻഡിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് എൻട്രി നോക്കാം. 23,630 മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് വന്നാൽ മാത്രം എക്സിറ്റ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 23,052. രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് CPRൻ്റെ ടോപ്പാണ് 23,048. CPR വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നോക്കുക, DK എഫക്റ്റ് ഉണ്ടാവും. എക്സ്പയറി ആണ്, വിക്സ് ഹൈ ആണ്, പ്രീമിയം എല്ലാം ഹൈ ആണ്. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലെവൽസ് നോക്കുക. ഇൻട്രാഡേ ലെവൽസ് വേറെ നമുക്ക് ലൈവ് മാർക്കറ്റിലുള്ള ലെവൽസ് തരാം. ആ ലെവൽസ് കൃത്യമായിട്ട് നോക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.